നമസ്കാരം, അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. ചന്ദിരൂരിൽ ഐസ് പ്ലാന്റിലുണ്ടായ അമോണിയ ചോർച്ചയുമായി ബന്ധപ്പെട്ടാണ് പ്രധാന വാർത്ത. ചോർച്ചയെ തുടർന്ന് വാതകം ശ്വസിച്ച 2 പേർ ആശുപത്രിയിൽ ചികിത്സ തേടി. വാർത്തകൾ വിശദമായി. ചന്ദിരൂരിൽ ഐസ് പ്ലാന്റിൽ അമോണിയ ചോർച്ച, 2 പേർ ആശുപത്രിയിൽ, ഒഴിവായത് വൻ ദുരന്തം. ചന്ദിരൂരിൽ പ്രവർത്തിക്കുന്ന ഐസ് പ്ലാന്റിൽ നിന്ന് അമോണിയ വാതകം ചോർന്ന് പരിസരവാസികളായ 2 പേർക്ക് വിഷബാധയേറ്റു. ചന്ദിരൂർ പാലത്തിന് തെക്ക് ഭാഗത്ത് ദേശീയപാതയുടെ കിഴക്കേ അതിരിൽ പ്രവർത്തിക്കുന്ന പ്ലാന്റിലാണ് അപകടമുണ്ടായത്. ഞായറാഴ്ച അർദ്ധരാത്രിയോടെയായിരുന്നു സംഭവം. അപകടത്തിന്റെ പശ്ചാത്തലം, രാത്രി വൈകി പ്ലാന്റിൽ നിന്ന് വൻതോതിൽ അമോണിയ വാതകം ചോരുകയും രൂക്ഷമായ ഗന്ധം പ്രദേശം മുഴുവൻ വ്യാപിക്കുകയുമായിരുന്നു. കാറ്റിന്റെ ദിശ പടിഞ്ഞാറ് ഭാഗത്തേക്കായിരുന്നതിനാൽ റെയിൽവേ പാതയ്ക്ക് സമീപം താമസിക്കുന്നവർക്കാണ് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടത്. ശ്വാസം മുട്ടലും അസ്വസ്ഥതയും അനുഭവപ്പെട്ട 2 പേരെ ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അൽ അമീൻ സ്കൂൾ ഭാഗ്യകരമായി രക്ഷപ്പെട്ടു. വാതക ചോർച്ച പകൽ സമയത്തായിരുന്നുവെങ്കിൽ വലിയൊരു ദുരന്തത്തിന് ചന്ദിരൂർ സാക്ഷ്യം വഹിക്കുമായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. പ്ലാന്റിന് തൊട്ടടുത്തായി പ്രവർത്തിക്കുന്ന അൽ അമീൻ സ്കൂളിലെ 100 കണക്കിന് വിദ്യാർത്ഥികളെ ഇത് ബാധിക്കുമായിരുന്നു. കുറച്ചു മാസങ്ങൾക്ക് മുൻപ് സമീപത്തെ മറ്റൊരു എക്സ്പോർട്ടിംഗ് കമ്പനിയിലുണ്ടായ വാതക ചോർച്ചയെ തുടർന്ന് 30ഓളം വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ആ ഭീതി വിട്ടുമാറും മുൻപാണ് വീണ്ടും സമാനമായ സംഭവം ആവർത്തിക്കുന്നത്. നാട്ടുകാർ പ്രതികരിച്ചു. അടിയന്തര നടപടി. വിവരമറിഞ്ഞ് അരൂരിൽ നിന്ന് അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി അമോണിയ വാതകം നിർവീര്യമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയത്. നാട്ടുകാരുടെ ആവശ്യം, പ്രദേശത്തെ അമോണിയ പ്ലാന്റുകളിൽ സുരക്ഷാ സംവിധാനങ്ങൾ അപര്യാപ്തമാണെന്ന് പരാതിയുണ്ട്. ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഉദ്യോഗസ്ഥർ പ്ലാന്റുകളിൽ അടിയന്തര പരിശോധന നടത്തണം. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം. ജനവാസ മേഖലയിൽ ഇത്തരം പ്ലാന്റുകൾ പ്രവർത്തിക്കുമ്പോൾ പാലിക്കേണ്ട മുൻകരുതലുകൾ ഉറപ്പാക്കണം. ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അധികൃതർ ഉണർന്നു പ്രവർത്തിക്കണമെന്നാണ് നാട്ടുകാരുടെ ശക്തമായ ആവശ്യം.